വിജയ നമസ്കാരം. നമസ്കാരം. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ മേടിക്കുന്നത് നിർത്തി. ഇപ്പോ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. അമേരിക്കയുടെ കയ്യിൽ നിന്നും ഇന്ത്യ പല ഗ്യാസ് പൈപ്പ് ലൈൻ വഴി രഹസ്യമായി എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നാണ് കേരളത്തിലെ പല പ്രമുഖ ചാനലുകളും യൂട്യൂബിലെ ബുദ്ധിജീവികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇനി അമേരിക്കയുടെ അടിമയായി പോയി. ട്രംപിന് വഴങ്ങി നരേന്ദ്രമോദി. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ അമേരിക്കയിൽ നിന്നും എണ്ണ ഇറക്കുമതി തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ എണ്ണ ആ, ഇറ- ഇറക്കുമതി മേഖല എന്ന് പറയുന്നത് 13 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം. അത് അത്ര രൂപയ്ക്കാണ് നമ്മൾ ഇന്ത്യയിലോട്ട് എണ്ണ ഇങ്ങോട്ടേക്ക് വരുത്തുന്നത്. അപ്പോ ഇതില് ട്രംപിന് ഒരു വലിയ കണ്ണുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആദ്യം തന്നെ ട്രംപിന് ഒരു കണ്ണുണ്ടായാലും നമ്മളെ നിന്ന് മാത്രമേ എണ്ണ മേടിക്കാവുള്ളൂ എന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ റഷ്യയുടെ കയ്യിൽ നിന്നാണ് ഇന്ത്യ എണ്ണ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതും മേടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം റഷ്യയോടുള്ള അഗാധമായിട്ടുള്ള നമ്മുടെ സ്നേഹം കൊണ്ടൊന്നും അല്ല നമ്മളത് മേടിക്കുന്നത്. അവര് ഡിസ്കൗണ്ടിന് തരുന്നു, നമ്മൾ ആ എണ്ണ മേടിക്കുന്നു. നമുക്കാണ് അവിടെ ലാഭം ഉണ്ടാവുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ ട്രംപ് പലതവണ ഭീഷണിപ്പെടുത്തിയപ്പോഴും ഇന്ത്യ വഴങ്ങിയില്ല. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, ഇന്ത്യ വഴങ്ങി. ഇതാ അമേരിക്കയുടെ കയ്യിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. റഷ്യ സമ്പൂർണ്ണമായിട്ടും തഴഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പല ആൾക്കാരും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് പ്രചരിപ്പിക്കുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ വാർത്ത, നമ്മൾ കൊടുത്തൊരു വാർത്ത വിജയൻ കണ്ടായിരുന്നു. അതായത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും നമ്മുടെ സുപ്രീം കോടതിയായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ ഒരു വിധി വന്നല്ലോ. അത് മലയാള മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്ന രാഷ്ട്രപതിക്ക് തിരിച്ചടിയുന്നു. ഞാനിങ്ങനെ തലയിൽ കൈവച്ചിരുന്നു പോയി, രാഷ്ട്രപതിക്ക് തിരിച്ചടിയാ, എന്തോന്നാണ് ഈ നടക്കുന്നത് എന്ന് ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ വിചാരിച്ചു പോയി. അപ്പോ അതുപോലത്തെ ഒരു ഐറ്റമാണ് ഇപ്പൊ ഇവര് കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രശ്നം അറിയാം, അവർക്ക് ഇൻഫർമേഷന്റെ നല്ല രീതിയിലുള്ള ഷോർട്ടേജ് ഉണ്ട്. ഇൻഫർമേഷൻ ലെസ് ആണ് നമ്മുടെ ആൾക്കാർ. ഇപ്പൊ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ആ ഇൻഫർമേഷന്റെ ഒരു കുറവുള്ളത് കൊണ്ട് ആൾക്കാർ ഇത് വിശ്വസിക്കും എന്നുള്ളതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് അറിയണം. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? റഷ്യയിൽ നിന്ന് ഇന്ത്യ പൂർണ്ണമായും എണ്ണ ഇറക്കുമതി ഉപേക്ഷിച്ചിട്ട് അമേരിക്കയുടെ കയ്യിൽ നിന്നും ചരിത്രത്തിലാദ്യമായി ഇന്ത്യ എണ്ണ ഇറക്കുമതി തുടങ്ങിയോ? എന്താ തോന്നുന്നു? ഇത് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പ്രേക്ഷകർ തന്നെ നമ്മുടെ പല വീഡിയോയുടെ താഴെ കമന്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് പറയണമെന്ന് പറയുന്നുണ്ട്, ഇതിലെന്താ സത്യാവസ്ഥ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതിലുള്ള കുറവല്ല, അവരെല്ലാം പല പല ജോലികളിൽ പെട്ടിരിക്കുന്നവരാണ്. അപ്പം അവർക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല. പിന്നെ നമ്മുടെ പ്രൊഫഷണൽ ഇതായതുകൊണ്ട് നമ്മൾ 24 hours ഇതിനകത്ത് കിടക്കുന്നവരായതുകൊണ്ടും നമ്മുടെ ഉപജീവനം ഇതൊന്നായതുകൊണ്ടും നമ്മൾ ഇതിനകത്ത് എപ്പോഴും മുങ്ങിത്തപ്പിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എന്താണ് ആ വാർത്ത ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വലിയ പ്രാധാന്യം നമ്മൾ കാണുന്നില്ല. കാരണം ഒരു ഗുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും കഥയിലേക്ക് വരാം. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്നാണല്ലോ ഇപ്പോൾ ചോദിക്കുന്നത്. അത് പറയാനൊരു കാര്യമുണ്ട് മലയാള മാധ്യമങ്ങൾ. കാരണം ഇന്ന് എയർലൈൻസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി നിർത്തുകയാണ്. ഒപ്പം തന്നെ അവർ ഒരു വരി കൂടി പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. നമുക്ക് കഥ തുടങ്ങാം. 2022 മുതൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു വരാം. കാരണം ഇതുവരെയുള്ള അപ്ഡേഷൻസ്, എണ്ണയുമായി ബന്ധപ്പെട്ട് പാചകവാതകവുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെയുള്ള അപ്ഡേഷൻസ്, ഈ ദിവസം വരെയുള്ള, ഇന്ന് 20-ാം തീയതിയാണ്, ആ 20-ാം തീയതി വരെയുള്ള ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നൽകാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചിരിക്കുക. 2022 മുൻപ് ഇന്ത്യയുടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി 0.4% മാത്രമായിരുന്നു. കാരണം നമുക്ക് വ്യാപാര ബന്ധത്തിന്റെ പേരിൽ, അതായത് ലോക വ്യാപാര കരാറിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ എല്ലാവരിൽ നിന്നും കുറച്ചെങ്കിലും വാങ്ങണം. അതൊരു നിയമം തന്നെയാണത്. എല്ലായിടത്തും നമ്മൾ വാങ്ങാറുണ്ട്, നമ്മൾ എല്ലാവരുമായി സഹകരിച്ച് പോകേണ്ട എല്ലാ. അപ്പൊ 0.4% 2022 വരെ. 2022 ശേഷം വലിയ രീതിയിൽ അത് കുതിച്ചുയർന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, റഷ്യ ഉക്രൈൻ വാർ തുടങ്ങുകയും റഷ്യയുടെ എണ്ണ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവാതെ വരികയും ചെയ്തപ്പോൾ റഷ്യ വലിയ രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് നൽകി. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ എവിടെ വില കുറച്ച് കിട്ടുമോ അവിടെ നിന്ന് നമ്മൾ വാങ്ങും. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ താല്പര്യമാണ് നമുക്ക് വലുതെന്ന് നരേന്ദ്രമോദി എപ്പോഴും പറയുകയുണ്ടായി. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ, പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന മറ്റൊക്കെ എണ്ണ കമ്പനികളുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് എണ്ണ വാങ്ങാം. കാരണം അവർ ലാഭത്തിനാണല്ലോ റിഫൈനറിയും തുറന്നു വെച്ചിരിക്കുന്നത്, അല്ലാതെ നാട്ടുകാരെ നന്നാക്കാനല്ല. അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ തന്നെ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ഈ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനകത്ത് ട്രംപിന് വലിയ നീരസമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് ട്രംപിന്റെ മുൻഗാമിയായിരുന്ന ബൈഡൻ ആയിരുന്നു. ബൈഡൻ പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് എണ്ണ വാങ്ങിച്ചോ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒപെക് രാഷ്ട്രങ്ങളെല്ലാം കൂടെ ചേർന്ന് എണ്ണയുടെ വില ബാണം വിട്ടണക്ക് കൂടിക്കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കും, നിങ്ങളെയും ബാധിക്കും, ഞങ്ങളെയും ബാധിക്കും. അന്നൊന്നും വലിയ പ്രശ്നമില്ല, യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ഇത് ബാൻ ചെയ്തിട്ടൊന്നുമില്ല, എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇന്ത്യ കൂടി വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും
ക്രൂഡ് ഓയിലിന്റെ വില വലിയ രീതിയിൽ കൂടിയില്ല. ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ രാജ്യത്ത് എത്ര വർഷമായി ധനുഷ്യ പെട്രോളിന്റെ വില കൂടിയിട്ട്? അത് ഈ ശരിയാണ്. രാജ്യത്ത് ഈ ലോകത്ത് ക്രൂഡ് ഓയിലിന്റെ വില എത്രയോ വട്ടം കൂടിയും കുറഞ്ഞു നിന്നു. ഈ രാജ്യത്ത് എപ്പോഴെങ്കിലും വില കൂടിയിട്ടുണ്ടോ? വർഷം എത്ര കഴിഞ്ഞു? ഇപ്പോഴെന്ത് പോരാത്തതിന് ആരും ലോകം മുഴുവൻ യുദ്ധം നടക്കുകയാണ്. ഇപ്പോഴാണ് കൂട്ടാനായിട്ട് പറ്റിയ സമയം. ഇനി അതുകൊണ്ടാണ് സഖാക്കള് പോലും ഇപ്പോൾ ഒരു പോസ്റ്റ് ഇടാത്തത്, എണ്ണ വില എന്തിയെ, പെട്രോൾ വില എന്തിയെന്ന്. ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലാത്ത ചിലർ ഇടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഈ റഷ്യയിൽ നിന്ന് നമ്മൾ വലിയ രീതിയിൽ തന്നെ, അതായത് ഒരു ദിവസം ഒരു മന്ത് നമ്മൾ 1.72 ദശലക്ഷം ബാരലായിരുന്നു നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ ഒക്ടോബർ മാസം ശ്രീമാൻ ട്രംപ് റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിനും ലുക്കോ ഓയിലിനും ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ, അതായത് ഇന്ത്യ നിർത്തിയതല്ല. അതായത് ഇവിടുത്തെ പലരും പറയുന്നത് കേട്ടാൽ അതൊന്നും ട്രംപ് വരട്ടിയപ്പോൾ മോദി മുട്ടിടിച്ചിട്ട് എണ്ണ നിർത്തിയതാണ്. ഇന്ത്യ നിർത്തിയതല്ല. അതിന്റെ കാരണങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ എണ്ണ റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ നിർത്തിയത്? ഇന്ത്യ നിർത്തിയിട്ടില്ല, ഔദ്യോഗികമായി തന്നെ ഇന്ത്യ നിർത്തിയിട്ടില്ല. അതിലേക്ക് ഞാൻ വരാം. അങ്ങനെ ഈ റോസ്നെഫ്റ്റിനും ലുക്കോ ഓയിലിനും ബാൻ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എണ്ണ വിൽക്കാൻ കഴിയില്ല. കാരണം അവരുടെ പക്കൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത് നമ്മളുടെ രാജ്യത്തെ റിലയൻസ് കമ്പനിയായിരുന്നു. റിലയൻസ് ഈ എണ്ണ വാങ്ങിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൊണ്ടുവന്ന് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയിലേക്ക് അടക്കം ഇത് കയറ്റുമതി ചെയ്യുമായിരുന്നു. കാരണം അമേരിക്കയൊന്നും റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങുന്നില്ല. ഈ റിലയൻസ് റഷ്യയുടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യും. എണ്ണ ഇറക്കുമതി ചെയ്തിട്ട് പ്രോസസ്സിങ് ചെയ്തിട്ട് ഇത് പെട്രോളിയം ഉൽപ്പന്നങ്ങളും മറ്റുമൊക്കെ ആക്കിയിട്ട് ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അമേരിക്കയിലും കയറ്റുമതി ചെയ്യും. ഇതില് ആണ് ട്രംപ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ട്രംപ് അത് പലപ്പോഴും പരസ്യമായി പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ ചില വൻകിട കമ്പനികൾ കൊള്ള ലാഭമാണ് ഉണ്ടാക്കുന്നത് ഈ എണ്ണ ഇറക്കുമതിയിലൂടെ എന്ന് പറഞ്ഞിരുന്നു. അപ്പം അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗവും ഇതായിരുന്നു. അതായത് ആഭ്യന്തര വിപണിയിലേക്കല്ല അവരുടെ എണ്ണ കൂടുതൽ പോകുന്നത്. കാരണം റിലയൻസിന്റെ ഏറ്റവും വലിയുള്ള ജാംനഗറിലെ റിഫൈനറി എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും കപ്പാസിറ്റിയുള്ള റിഫൈനറി ഈ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനായിട്ട് ഉള്ള ഒരു റിഫൈനറിയാണ്. പിന്നെ അവർക്കൊരു ചെറിയ റിഫൈനറിയേ ഉള്ളൂ. ആ റിഫൈനറി അവർ ആഭ്യന്തരമായിട്ട് ഉള്ള ആവശ്യത്തിനുള്ള, കാരണം അവരുടെ തന്നെ ഒരുപാട് പമ്പുകളും മറ്റുമൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് റിലയൻസിന്റെ. അപ്പൊ അതിലേക്കുള്ള ആഭ്യന്തര ഉൽപാദനത്തിനുള്ള എണ്ണ മാത്രമേ ഉള്ളൂ. അത് വളരെ കുറവാണ്. വലിയ രീതിയിൽ അവർ എണ്ണ ശേഖരിച്ചിരുന്നത് മറ്റു രാജ്യങ്ങളെ വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവര് ഏറ്റവും കൂടുതൽ കരാർ വെച്ചിരുന്നത് ഈ റോസ്നെഫ്റ്റും ലുക്കോയിലും ആയിരുന്നു. ഇവർക്ക് ബാനിങ് വന്നപ്പോൾ, ഈ രണ്ട് കമ്പനിക്ക് ബാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവർക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് വിദേശ ബാങ്കുകൾ തയ്യാറായില്ല. അതായത് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് മറ്റ് ബാങ്കുകൾ വഴിയാണ്. ആ ബാങ്കുകൾ വഴി ഇവരിലേക്ക് പേയ്മെന്റ് എത്താൻ കഴിഞ്ഞില്ല. നമ്മൾ UAE വഴിയായിരുന്നു നമ്മുടെ മണി ട്രാൻസാക്ഷൻ മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പം അത് ബ്ലോക്കായി, അത് മുമ്പോട്ട് പോയില്ല. കാരണം ആ രാജ്യങ്ങളെ ഈ ബാൻ ബാധിച്ചിരിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഡോളറിലാണല്ലോ ഇപ്പോഴും അടിസ്ഥാനം. അതാണ് എന്തെങ്കിലും ഒരിക്കലും ഡോളറിന് ക്ഷതം പറ്റിയാലോ തകർന്നാൽ മാത്രമേ ഇതിന്റെ മൊത്തം സിസ്റ്റം തീരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്ക് ഇതിന് തയ്യാറായില്ല. അപ്പൊ പൈസ കൊടുക്കാൻ കഴിയുന്നില്ല, സാഹചര്യമില്ല. അതായത് വാങ്ങുമ്പോൾ അതിന് പണം കൊടുക്കണമല്ലോ, പണം കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം ഈ നിരോധനം നിൽക്കുന്നത് കൊണ്ട്. അതായത് നമ്മുടെ കുഴപ്പമല്ല, കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ ഉപരോധം മൂലം UAE അടക്കമുള്ള കമ്പനികൾക്ക് ഉണ്ടായത് കൊണ്ടാണ് കൊടുക്കാൻ കഴിയാതെ. രണ്ടാമത്തത്, ഇൻഷുറൻസ് പ്രൊവൈഡർമാരുണ്ട്. കപ്പലുകൾക്ക് എണ്ണ കൊണ്ടുവരുമ്പോൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മളൊക്കെ ഇൻഷുറൻസ് എടുക്കുന്ന പോലെ അല്ലത്. ഓരോ ട്രിപ്പിന് വരുമ്പോഴും, അതായത് ഇപ്പോൾ ഞാൻ ഇത്തവണ ഒരു കപ്പല് എണ്ണ, അതിനകത്ത് 100 ബാരൽ എണ്ണ കൊണ്ടുവരികയാണെങ്കിൽ ആ സാധനത്തിന് മാത്രമാണ് ഈ ഇൻഷുറൻസ് പ്രൊവൈഡർമാർ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നത്. നാളെ ഞാൻ കൊണ്ടുവരുമ്പോൾ നാളെ അതിന് സ്പെഷ്യലാണ്, പ്രത്യേകമാണ്. അപ്പൊ ഇൻഷുറൻസ് പ്രൊവൈഡർമാര് ഇതിന് തയ്യാറായില്ല. കാരണം ഇതിനെന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റി കഴിഞ്ഞാൽ, കാരണം വിദേശ ഇൻഷുറൻസ് കമ്പനികളൊക്കെയാണ് കൂടുതലും, അവര് ഈ ഷിപ്പിന് അല്ലെങ്കിൽ ഈ എണ്ണയ്ക്ക് ഇൻഷുറൻസ് നൽകാൻ ആയില്ല. കാരണം ഈ എണ്ണ കൊണ്ടുവന്ന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ തങ്ങൾ പണം തരില്ല എന്നൊരു ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ റിസ്ക് എടുക്കാൻ ഷിപ്പിംഗ് കമ്പനികളോ ഇല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് എണ്ണ ഇറക്കുന്ന കമ്പനികളോ തയ്യാറായില്ല. ഈ രണ്ട് കാര്യങ്ങളാണ്. മറ്റൊന്ന്, റഷ്യ ഡിസ്കൗണ്ട് കുറച്ചു. കാരണം അവർക്ക് ഒരുപാട് രാജ്യങ്ങളിലേക്ക് രഹസ്യമായും പരസ്യമായും കയറ്റി വിട്ടുകൊണ്ടിരുന്ന എണ്ണ ഈ ഉപരോധം മൂലം നിന്നു. കാരണം അവിടുത്തെ ഏറ്റവും വലിയ 2 റിഫൈനറികൾക്കാണ് ഈ ഉപരോധം വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എണ്ണയ്ക്ക് വില കൂട്ടാതിരിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ അവർ ഡിസ്കൗണ്ട് എടുത്തു കളഞ്ഞു. അതായത് വളരെ വലിയ രീതിയിൽ കുറച്ചു. ഡിസ്കൗണ്ട് കുറച്ചതോടുകൂടി നമുക്ക് അവിടുന്ന് എണ്ണ ഇറക്കുന്നത് ലാഭകരമല്ലാത്ത രീതിയിലേക്ക് മാറി.
ഇനി ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണ്, ഇന്ത്യ റഷ്യയുടെ ഒരു എണ്ണ ഉപഭോക്താവല്ല. നമ്മളും റഷ്യയുമായിട്ടുള്ള സഹകരണം എണ്ണയുടെ ഒരു അടിസ്ഥാനത്തിലല്ല. നമ്മളും റഷ്യയുമായിട്ട് നമ്മളുടെ ഏറ്റവും അടുത്ത ആയുധ പങ്കാളിയാണ്. ആയുധ കച്ചവടമാണ് നമ്മളും റഷ്യയുമായിട്ട് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഡീലുകളിൽ ഒന്ന്. ഏതാണ്ട് ഇന്ത്യയുടെ 63% ആയുധങ്ങളും റഷ്യൻ ആയുധങ്ങളാണ്. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങുന്നതാണ് പണ്ട് മുതലേ നമുക്ക് ഉള്ള അവരുമായിട്ടുള്ള ബന്ധം. രണ്ടാമത് വളം, മൂന്നാമത് സാങ്കേതികം എന്ന് പറയുമ്പോൾ ഈ ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ. 4 ഈ സാങ്കേതികത്തിൽ തന്നെ വരുന്നതാണ് ഷിപ്പ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ പങ്കാളി. അപ്പൊ ഇടക്കാലത്ത് ലാഭത്തിന് കിട്ടിയപ്പോൾ നമ്മൾ അവിടുന്ന് എണ്ണ വാങ്ങിയിരുന്നതാണ്. ഇപ്പോൾ അവിടുന്ന് വാങ്ങിയ കമ്പനികൾ ഏതെന്ന് വെച്ചാൽ പൊതുമേഖലാ കമ്പനികളൊക്കെയാണ്. റിലയൻസ് പറഞ്ഞ ഒരു കാര്യം, ഇന്ന് റിലയൻസ് പറഞ്ഞു ഞങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങുന്നില്ല, പക്ഷേ ആഭ്യന്തര ഉപയോഗത്തിനുള്ള എണ്ണ ഞങ്ങൾ റഷ്യയിൽ നിന്ന് തന്നെയാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പറഞ്ഞു ഞങ്ങൾ എണ്ണ വാങ്ങുന്നത് പുറത്തു മറച്ചു കൊടുക്കാനല്ല, ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്കുള്ളതാണ്, അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. അതിനകത്ത് ട്രംപിന് എതിർപ്പില്ല. ട്രംപിന്റെ ഒരു എതിർപ്പുണ്ടായിരുന്നു. ഇതാണ് ഇതിന്റെ ക്ലാരിറ്റി, അതാണ് വരേണ്ടത്. ഈ ആൾക്കാര് ചുമ്മാതെ കാടും പടർപ്പും തല്ലി ബഹളം ഉണ്ടാക്കുക ചെയ്യുന്നത്. റിലയൻസ് പറഞ്ഞില്ലേ എണ്ണ നിർത്തി, അങ്ങനെയല്ല. റിലയൻസ് ആയിരുന്നു ഈ ക്രൂഡ് ഓയിൽ എവിടുന്ന് കൊണ്ടുവന്നിട്ട് ആ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയല്ല, നമ്മുടെ ഇവിടെ അല്ല അതിന്റെ ഉപയോഗം. ഇവന്മാരത് ഇത് ചെയ്തിട്ട് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുന്നത്. അത് ആ എണ്ണ ഇനി റഷ്യയിൽ നിന്ന് എടുക്കുന്നില്ല. അവര് ഖത്തർ, നൈജീരിയ, ഖാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പൊ അവര് കൂടുതൽ, ഇപ്പം കുവൈറ്റിൽ നിന്ന് കൂടുതൽ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്നത്, അമേരിക്കയുടെ നല്ല കൂടുതൽ എടുക്കുന്നത്, അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോ അവര് അത് നിർത്തി. പക്ഷെ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും റിലയൻസും ആഭ്യന്തര ഉപയോഗത്തിന്, അതായത് ഞാനും ധനുഷും ഈ പ്രേക്ഷകരും ഒക്കെ വണ്ടിയിലടിക്കുന്ന എണ്ണ, അത് ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അതിൽ ബാൻ ചെയ്തിട്ടില്ല, നിർത്തുകയുമില്ല. ഇത് അസന്നിഗ്ധമായി പറഞ്ഞു. ട്രംപ് ഓക്കെയാണ് ഈ കാര്യത്തിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹംഗറിക്ക് പുള്ളി ഇളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഉപരോധം വന്നപ്പോൾ, നിങ്ങൾ ഇറക്കിക്കൊന്നു. അപ്പൊ നമ്മുടെ ആഭ്യന്തര കാര്യത്തിൽ അത് നമ്മുടെ സ്റ്റാൻഡാണ്, നമ്മുടെ രാജ്യത്തിന്റെ സ്റ്റാൻഡാണ്. അതായത് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്താണ് ഗുണപ്പെടുന്നത് എന്തോ നമ്മളത് ചെയ്യും. അപ്പോഴാണ് പീയൂഷ് ഗോയൽ അമേരിക്ക ചെന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ തടഞ്ഞാൽ ഞങ്ങൾ വെനിസുലയിൽ നിന്നും ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്യേണ്ടി വരും, ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ രാജ്യവും ഞങ്ങളുടെ രാജ്യത്തിന്റെ ജനങ്ങളുമാണ് എന്ന് പറഞ്ഞത്. ഇത് സ്ഥിരമായി നമ്മുടെ ഈ ചാനലെങ്കിലും സ്ഥിരമായി കാണുന്നവർക്ക് ഇതിന്റെ കഥ മുഴുവൻ മനസ്സിലാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒരു എപ്പിസോഡ് ഇത് ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. അപ്പൊ ഇത് കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ് പീയൂഷ് ഗോയലിന്റെ കാര്യം, പ്രേക്ഷകർക്ക് ഓർമ്മ. അപ്പോ ഇങ്ങനെയും കൂടെ പറഞ്ഞിരുന്നു. ഇതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. അതിനുശേഷം നമ്മൾ അമേരിക്കയുമായിട്ടൊരു കരാർ വെച്ചു, പാചകവാതക കരാർ. ഉടനെ തന്നെ ഇവിടെ കിടന്ന് തുള്ളിത് ഇതെല്ലാം അമേരിക്കയുടെ നിന്ന് വാങ്ങുകയാണ്, ഒരു പിണ്ണാക്കും ഇല്ല. ഇനി ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പാചകവാതകം ഇറക്കുമതി ചെയ്തത്. ഇന്ത്യയുടെ 93% പാചകവാതകവും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് UAE ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ, അതായത് 2025 ഡിസംബർ ആകുമ്പോൾ 2025 അവസാനിക്കും. ഇതുവരെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പാചകവാതകം മൊത്തം ഇറക്കുമതിയുടെ 36%. ഇനി ഖത്തറിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പാചകവാതകം 28.5%. സൗദി അറേബ്യയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഈ പാചകവാതകത്തിന്റെ അളവ് 18.2%. കുവൈറ്റിൽ നിന്ന് 18.8%. അമേരിക്കയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇതുവരെ ഇറക്കുമതി ചെയ്തിരുന്നു 1.6% ആയിരുന്നു. ആ 1.6% അവർ ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് 10% ആക്കിയതേ ഉള്ളൂ. അവിടെയും നമ്മുടെ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന രാജ്യം, നമുക്ക് ഏറ്റവും കൂടുതൽ പാചകവാതകം നമ്മൾ വാങ്ങിക്കുന്ന രാജ്യം UAE ആണ്. രണ്ടാമത്തേത് ഖത്തറാണ്. മൂന്നാമത്തേത് സൗദി അറേബ്യയാണ്. 10% നമ്മൾ അമേരിക്കയുടെ നിന്ന് വാങ്ങിയാൽ പോലും അമേരിക്കയ്ക്ക് അപ്പോഴും 4ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. ഇത് കൂടാതെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വരുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ എത്ര പാചകവാതകമാണ് അമേരിക്കയിൽ നിന്ന് ഇറക്കുന്നതെന്ന്, അത് വില കുറച്ച് തരുന്നതുകൊണ്ടാണ് അത് ഇറക്കുന്നതെന്ന്. അതായത് നമ്മുടെ മൊത്തം 100% നമ്മൾ ഇറക്കുമതി. ആ 100%-ലെ 10% USA നിന്ന്, ബാക്കിയുള്ള 90% മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതിയിലേക്ക് വരാം. ഒക്ടോബർ മാസമാണ് ഈ ഉപരോധം നിലവിൽ വരുന്നത്. ഒക്ടോബർ മാസം നമ്മുടെ രാജ്യം റഷ്യയിൽ നിന്ന്, നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ ഈ പ്രൈവറ്റ് കമ്പനികൾ, റിലയൻസ് ഉൾപ്പെടെ കമ്പനികൾ ഇറക്കുമതി ചെയ്തത് 1.48 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ്. നവംബർ മാസം, അതായത് റണ്ണിങ് മന്താണ് ഞാൻ ഈ പറയുന്നത്. റണ്ണിങ് മന്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് കണക്ക് കിട്ടില്ല. കാരണം ഇന്ന് എത്ര 20 എങ്ങാണ്ടാണ് ഇന്ന് തീയതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 30-ാം തീയതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടൂ. പക്ഷെ നിലവിൽ ഇതുവരെ നമ്മൾ ഇറക്കിയിരിക്കുന്നത് പെർ ഡേ 19 ലക്ഷം ബാരലാണ് ഇപ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അത് നോക്കുമ്പോൾ റഷ്യയുടെ നിന്നുള്ള എണ്ണ
യുടെ ഇറക്കുമതിയുടെ അളവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ കുറഞ്ഞു എന്ന് ചോദിച്ചാൽ, റഷ്യയുടെ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തു തരുന്നത് റിലയൻസ് ആണ്. റിലയൻസ് എന്തിനാണ് ഈ എണ്ണ ഇറക്കുമതി ചെയ്തതെന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ എണ്ണ ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രോസസ്സ് ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിൽക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ കൂടുതലായി ഇറക്കുമതി ചെയ്തത്. കാരണം അവർക്ക് ആഭ്യന്തര ഉപയോഗത്തിനുള്ള എണ്ണ അവർക്ക് വലുതായിട്ട് അവർ ഇറക്കുമതി ചെയ്യുന്നില്ല. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ റഷ്യയുടെ എണ്ണ ഇറക്കുമതി ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആഭ്യന്തര ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ക്രൂഡ് ഓയിലാണ്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോ ഇപ്പോഴും പെർ ഡേ 19 ലക്ഷം ബാരൽ എണ്ണ വെച്ച് നമ്മൾ ശരാശരി ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കണക്ക്. നമ്മളുടേന്ന് വെച്ചാൽ നമുക്ക് എവിടെ ലാഭത്തിന് കിട്ടുന്നു അവിടെ നിന്നാണ് എണ്ണ മേടിക്കുന്നത്. അതല്ലാതെ ട്രംപ് പറഞ്ഞതുകൊണ്ട് ഇന്ത്യ നിർത്തിയതല്ല. ഇന്ത്യ നിർത്തുന്നതാണെങ്കിൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അറിയിക്കും. കാരണം ഇതൊരു രാജ്യമാണ്, ഭരണഘടനയുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത ഭരണാധികാരികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ കാര്യങ്ങൾ പോലും പ്രസ് മീറ്റിലൂടെ അറിയിക്കുന്നത്. അത് ജനങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ കണക്കുള്ള മാധ്യമങ്ങളിൽ കൂടെ ആ വാർത്ത അവർ നൽകുന്നത്. ചെറുതും വലുതുമായ കേന്ദ്ര സർക്കാരിന്റെ വാർത്തകളൊക്കെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ നൽകാറുമുണ്ട്. അത് ജനങ്ങളെ അറിയിക്കേണ്ട, അതിപ്പോ സംസ്ഥാന സർക്കാരും അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഒരു ക്ലാരിറ്റി വന്നില്ലേ? ഇന്ത്യ എണ്ണ ഇറക്കുമതി നിർത്തിയിട്ടില്ല. റഷ്യയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തു തരുന്നത് റിലയൻസ് ആണ്. എന്തിനാണ് അവർ കൂടുതൽ ഇറക്കുമതി ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ, അത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നില്ല, മറ്റു രാജ്യങ്ങളിലേക്ക് വിൽക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അവർ അത് പൂർണ്ണമായും നിർത്തി. പക്ഷെ അവരുടെ പമ്പുകളിലേക്കും മറ്റും ആവശ്യമുള്ള ഇന്ത്യയുടെ ആഭ്യന്തര ഉപയോഗത്തിനുള്ള എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്ന് തുടരും. 2, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നമ്മളുടെ ആഭ്യന്തര ഉപയോഗത്തിന് വേണ്ടിയാണ്. അത് ഇപ്പോഴും തുടരും. അതിൽ തന്നെ റോസ്നെഫ്റ്റും ലുക്കോ ഓയിലും തമ്മിൽ കരാറുള്ള കമ്പനികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിന് പകരം നമ്മളിപ്പോൾ ഈ ഉപരോധം ബാധിക്കാത്ത കരാറുകാരും ഇടനിലക്കാരിൽ നിന്നും എണ്ണ മേടിക്കാനായിട്ടാണ് ഇപ്പോഴും നമ്മുടെ തീരുമാനവും. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. പിന്നെ പാചകവാതകത്തിന്റെ തള്ള് ഇത്രയേ ഉള്ളൂ. 100% പാചകവാതകം ഇറക്കുമതി ചെയ്യുന്നു. അതിൽ ഇപ്പോൾ നിലവിൽ 1.6% മാത്രമാണ് US നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അത് 10% നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. ബാക്കി 90% നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. UAE ആണ് നമ്മളുടെ ഏറ്റവും വലിയ ഇറക്കുമതി. നമ്മൾ അവിടെ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇനി ആരും എണ്ണ നിർത്തിയോ പിണ്ണാക്ക് നിർത്തിയോ എന്ന് ചോദിച്ചിട്ട് വരരുത്. ഇതാണ് ഇതിന്റെ ക്ലാരിറ്റി. ഇത് ഇത്രയും സാധനം ഇതിന് സേവ് ചെയ്ത് വെച്ചോ. ഞാൻ ഈ നവംബർ 20 പറയുകയാണ്. ഇനി അടുത്ത മാസം 21 ഇനി അടുത്ത മാസം 21 ഞാൻ ഇതേപോലെ ഒരു കണക്കുമായിട്ട് വരും. എത്ര എണ്ണ ഇറക്കുമതി ചെയ്തു, എവിടെ നിന്നൊക്കെ ചെയ്തു, എന്താണ് ഇപ്പോഴത്തെ പുതിയ റേറ്റ് എന്ന്.